നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കൊപ്പം വളാഞ്ചേരി റൂട്ടിലുള്ള നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് രായിരനെല്ലൂർ മലയുടെ താഴെയാണ് നിൽക്കുന്നത്. അതായത് ഈ മലയിലേക്ക് പോകുന്ന റൂട്ടിൽ നമുക്കിതാ ഈ ഒരു വഴി കുറച്ചങ്ങോട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയായിട്ടൊരു കമാനം കാണാം കേട്ടോ. അതിലങ്ങോട്ട് സ്റ്റെപ്പൊക്കെ വരുന്നത്, അതിലാണ് നമുക്ക് ആ മല കയറേണ്ടത്. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 11:30 ആയിട്ടോ. നമ്മളിവിടെ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം 8 മണിക്ക് ശേഷം ഈ മല കയറാൻ. അപ്പോൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മല കയറുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കാണാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് പോകാനുള്ള വഴികഥ ആ ഒരു ഭാഗത്തായിട്ട് കാണാം. അതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മലയിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഓഫീസൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ പെർമിഷൻ എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഈ രായിരനെല്ലൂർ മല എന്ന് പറയുമ്പോൾ നമ്മുടെ നാരായണത്തുറാന്തനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളൊരു മലയാട്ടത്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് കല്ലുരുട്ടി താഴെ ഇട്ടതും പിന്നീട് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ മല കയറാനാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കയറേണ്ട വഴി കാണാം. ഇതിലെങ്ങനെ കാണാം കേട്ടോ. ഇവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം. ഏകദേശം ഒരു 100-100 സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് പോകാൻ. കയറുന്ന വഴിക്ക് ഇവിടെയായിട്ട് നമുക്കൊരു ഭണ്ഡാരമൊക്കെ കാണാം. അതുപോലെ കുറേ നിയമങ്ങളോടെ എഴുതി ചെയ്യുന്നത് കാണാം കേട്ടോ. നമുക്ക് രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് പൂജ. 8 മണിക്ക് ശേഷം പ്രവേശിക്കുന്നവർ പെർമിഷൻ എടുത്തിട്ടൊക്കെ വേണ്ട കയറാൻ. അതുപോലെ 6 മണിക്ക് മുമ്പായിട്ട് ഈ മലയുടെ മുകളിൽ നിന്ന് എല്ലാവരും താഴത്തേക്ക് ഇറങ്ങും വേണം. അപ്പോൾ നമുക്ക് ഇതിലേ പോയിട്ടാണ് പെർമിഷൻ എടുക്കേണ്ടത്. ഇവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇതൊരു പഴയ ഇല്ലെന്താണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇതിലേ പോയിട്ട് വേണം പെർമിഷൻ എടുക്കാൻ. ഇതുണ്ടല്ലോ നമ്മൾ ഇറങ്ങി വന്ന വഴി. ഇവിടെ നോക്കി തന്നെ കാണാം കേട്ടോ നമുക്ക് സ്റ്റെപ്പൊക്കെ. എന്തായാലും നമുക്ക് ആദ്യം പോയിട്ട് പെർമിഷൻ എടുക്കാം. ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. ആണ് ഇതിൻ്റെ ഓഫീസ് കേട്ടോ. ഇവിടെ ആരുമില്ല, അതിലൊക്കെ പൂട്ടിയിട്ടേക്കാണ്. അതുപോലെ ഇവിടെയായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ പെർമിഷൻ എടുക്കാൻ ആളില്ല, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. നമ്മൾ പെർമിഷനൊക്കെ എടുത്ത് വീണ്ടും ഈ റൂട്ടിലേക്ക് വന്നേക്കാട്ടോ. ഇനി നമുക്ക് മല കയറാൻ തുടങ്ങാം. ഈ ഒരു വഴി കേട്ടോ നമുക്ക് കയറി പോകേണ്ടത്. ഇതാ ഇവിടെ നമുക്ക് ഈ ഭണ്ഡാരമൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളി വഴി കേട്ടോ ഇത്. അതുപോലെ പെർമിഷൻ എടുക്കുമ്പം പെട്ടെന്ന് ഇറങ്ങി വരണം എന്നല്ലാതെ വേറെ കണ്ടീഷനൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഫീയോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ കുറേ കാടൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. നമുക്കിങ്ങനെ കാണാം കേട്ടോ. പണ്ടല്ല, ഒരു മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 സൈഡ് നല്ല രീതിയിൽ കാടൊക്കെ വളർന്ന് അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ, മഴയൊക്കെ പെയ്ത് കിടക്കുന്നൊരു സാഹചര്യത്തിൽ. ഇപ്പം എന്തായാലും അങ്ങനെയൊന്നുമില്ല. നമുക്കെന്തായാലും മല കയറാം കേട്ടോ. ഏകദേശം ഒരു 450 സ്റ്റെപ്പോളം നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് കാഴ്ച എന്നൊക്കെ അറിയാം കേട്ടോ. നല്ല വെയിലാണ്. അതുപോലെ മുകളിലൊക്കെ നല്ല വരണ്ട ഉണങ്ങി കിടക്കൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ മുകളിൽ നാരായണത്തുറാന്തൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. അതാ കയറി തുടങ്ങിയുള്ളൂ കേട്ടോ. ഒരു 5-6 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയുള്ളൂ. ഈ ഒരു 2 സൈഡും കണ്ടില്ലേ, നല്ല രീതിയിൽ കാടാട്ടോ. ഇങ്ങോട്ടൊക്കെ നല്ല കാടാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ. നല്ല രീതിയിൽ കാടൊക്കെ ഉണങ്ങി നിൽക്കുക കേട്ടോ. അതുപോലെ കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാട്ടിലേക്ക് കയറാനുള്ള വഴിയൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ലാത്ത കേട്ടോ. ഇതിൻ്റെ ഉടമകൾക്ക് മാത്രമാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ പ്രവേശനമുള്ളത്. അതൊക്കെ നമുക്ക് കുറച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. സ്റ്റെപ്പൊക്കെ നല്ല പ്രോപ്പറായിട്ട് കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴേക്കും. എന്തായാലും അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റാണ്. ഇതുണ്ടല്ലേ, പക്ഷെ നല്ല കുത്തനെയാട്ടോ കയറ്റം. ഇതുണ്ടല്ലേ, ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. 2004 കേട്ടോ. അവസാനമായിട്ട് പണി കഴിഞ്ഞ വർഷമൊക്കെ ആയിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നൊരു കാഴ്ച നോക്കി, അടിപൊളിയാട്ടോ. അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വ്യൂ കാണാം നമുക്ക്. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം കേട്ടോ. അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റാണ്. എന്തായാലും കയറി നോക്കട്ടെ. നട്ടുച്ച സമയത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കിടക്കുന്നൊക്കെ ഉണ്ട്. ഇത് നോക്കാം നമുക്ക്. നമ്മൾ പെർമിഷൻ എടുത്ത വീടാട്ടോ കാണുന്നത്. ഓഫീസും വീടൊക്കെയാണ് കാണുന്നത് കേട്ടോ. നമ്മളിതാ കുറച്ചിങ്ങോട്ട് കയറി ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ എത്തി കേട്ടോ. നമുക്ക് ഇനിയും കയറാനുള്ള സ്റ്റെപ്പൊക്കെ കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ പാറയൊക്കെ കാണാം കേട്ടോ നമുക്ക്. എന്തായാലും നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്, നല്ല കിതപ്പുണ്ട് കേട്ടോ. ഒന്നാമത് ഈ ഒരു വെയിലും ഈ ഒരു സമയം കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കയറാനുള്ള മല കേട്ടോ കാണുന്നത്. കയറി നോക്കാം നമുക്ക്. അതുപോലെ അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പാടമൊക്കെ കാണാം കേട്ടോ. അങ്ങോട്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടം ആ ഒരു ഭാഗത്തേക്ക് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, 2 സൈഡിലേക്കും കാട്. നല്ല വരണ്ട് ഉണങ്ങിക്കുന്ന കാടാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നുമില്ല. ഈ ഒരു ഭാഗത്തേക്കുണ്ട്.
നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങോട്ട് മുകളിലേക്ക് കയറി കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയും കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട പാടൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങോട്ടൊക്കെ അടിപൊളി കാഴ്ചകളാണ് ആ ഒരു ഭാഗത്തും കാണാം. അതുപോലെ അതിലൊരു റോഡൊക്കെ പോകുന്നുണ്ട്. എങ്ങോട്ടുള്ള റോഡാണെന്ന് അറിയില്ല കേട്ടോ. അതിലൊരു റോഡൊക്കെ പോകുന്നതാണ്. നമുക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിട്ടൊന്ന് എന്തായാലും അടിപൊളിയായിരിക്കും. നമുക്ക് ഇനിയും ഒരുപാട് കയറാൻ കേട്ടോ. നമ്മൾ കുറച്ചിങ്ങോട്ട് കയറിയുള്ളൂ. ഇവിടെ കാണാം നമുക്ക്. എന്തായാലും നമുക്ക് ബാക്കി സ്റ്റെപ്പും കൂടെ കയറാം. അതുപോലെ ഈ കയറുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത് കാണാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നവരൊക്കെ ആയിരിക്കും കവറ്, ഈ ലൈസിൻ്റെ കവറ്, അതുപോലെ കുപ്പി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര സ്ട്രിക്റ്റ് ആവുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെയും കാണാൻ ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 17/9/2008. 2008 ഈ ഭാഗമൊക്കെ പണിതത്. ഇവിടെ ഇട്ട് കാണാം കേട്ടോ. നമുക്ക് നല്ല വെയിലാട്ടോ. അങ്ങോട്ട് കാഴ്ച ഉണ്ടല്ലേ, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കയറട്ടോ. നിലവിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന ഈ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടോ. വേറെ ആരെയും കാണാനില്ല. വണ്ടിയില്ല കേട്ടോ താഴെ. വേറെ ആരുടെ വണ്ടിയൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊരു മഴക്കാലമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. നമ്മളിതൊരു വളവിലെത്തി. അതുപോലെ ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പരുന്തൊക്കെ പാർത്തുണ്ട് കേട്ടോ. ഇടയ്ക്കിങ്ങനെ പറക്കുന്ന കാണാം നമുക്ക്. ആരെയും കാണാനില്ല. അതാ പോകുന്നത്. അവിടെ കാണാം കേട്ടോ. ഒരു വളവിലെത്തി നമുക്കിങ്ങനെ വളഞ്ഞ് വീണ്ടും വളഞ്ഞ് കയറണം. നമ്മളിതാ ഇതേ കൂടെ ആട്ടോ നടക്കുന്നത്. സ്റ്റെപ്പൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാം. സ്റ്റെപ്പ് കയറുമ്പോഴാണ് തോന്നുന്നു കേട്ടോ അല്ലാതെ കിതയ്ക്കുന്നത്. ഇതിലിങ്ങനെ നടക്കാൻ സുഖമുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നൊക്കെ ആയിരിക്കും. തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു വളവ് കണ്ടില്ലേ, പുറകിൽ കാണുന്ന ആ ഒരു വളവൊക്കെ കയറി വേറൊരു വളവിലേക്ക് എത്തി. ഇവിടെയായിട്ട് കാണാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇങ്ങോട്ട് വളഞ്ഞ് കയറണം. ഇവിടെയും കാണാം നമുക്ക് ചെറിയ പാറകളൊക്കെ കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട പാടൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. അടിപൊളിയായിട്ട് ഇവിടുന്ന്. അതുപോലെ നമ്മൾ കയറി വന്ന വഴി ഇതാ ഈ ഒരു ഭാഗത്ത്. ഇതിലെങ്ങനെ കറങ്ങി ഇങ്ങനെ ഇരുന്നിട്ട് കയറിയത്. ഇനി കയറാനുള്ള വഴിയും കാണാം. അടിപൊളിയാട്ടോ. നല്ല വെയിലുണ്ട്. സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞിട്ടോ. ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ കയറുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കയറാം. ഇവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ഇതേപോലത്തെ പാറ. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 8 മണി വരെയാണ് പൂജ എന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വണ്ടിക്ക് കയറാനുള്ള വഴി ഇവിടെ ആയിട്ട് കാണാം നമുക്ക്. ഈ ഒരു ക്ഷേത്രാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടി ഇതിലൊക്കെ കയറും കേട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ കയറിപ്പോവും. അതുപോലെ ഇവിടം വരെ വരും. നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പ് നല്ല കുത്തനെ കേട്ടോ. ഈ ഒരു ക്ഷേത്രം ഭാരവാഹികളുടെ വണ്ടിയൊക്കെ ആയിരിക്കും ഇതിലേക്ക് കയറുന്നത് കേട്ടോ. ഉത്സവമൊക്കെ സംബന്ധിച്ച് നമ്മളിതാ വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം കേട്ടോ. പകുതി വെള്ളം കഴിഞ്ഞു. പകുതി വഴി ആവുന്നുള്ളൂ കേട്ടോ. നമ്മളിതാ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാടൊക്കെ നമുക്ക് അവിടെ കാണാം കേട്ടോ. അതുപോലെ നമ്മുടെ കോൺക്രീറ്റ് സ്റ്റെപ്പൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. കെട്ടി ഉണ്ടാക്കിയ സ്റ്റെപ്പൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ കൽപ്പടവുകളാട്ടോ. നല്ല കുത്തനെയുള്ള കൽപ്പടവുകൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സൈഡിൽ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് തണുപ്പ് കാണാം. ആ ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ. ഇനി ഇങ്ങോട്ട് കൽപ്പടവുകളാണ്. സൂക്ഷിച്ച് കയറണം കേട്ടോ, അല്ലെങ്കിൽ ഉരുണ്ട് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കയറാൻ നന്നായിട്ട് വേർത്തിട്ടൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ കയറാനുള്ള വഴി. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഏകദേശം മുകളിലേക്ക് എത്തിയിട്ടോ. അവിടെ വരെയാണ് സ്റ്റെപ്പ് ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊക്കെ മരങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ ഒരു ആൽത്തറയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മലയുടെ ഏറ്റവും മണ്ടയ്ക്ക് എത്തിയിട്ടോ. ഇതിൻ്റെ സ്റ്റാച്ചു ഒക്കെ വരുന്നത് കുറച്ചുകൂടെ അപ്പുറത്തോട്ടാണ്. നമുക്ക് ഇതാ ഒരു വഴി അങ്ങോട്ട് പോകണം കേട്ടോ. അതിലങ്ങനെ അങ്ങോട്ട് പോകണം. ഇവിടെ കണ്ടില്ല, നല്ല രീതിയിൽ കാടാം കേട്ടോ. ഇവിടെയൊക്കെ കാണാം നമുക്ക്. നമ്മൾ താഴെ കണ്ട പോലത്തെ ഒരു ബോർഡ് ഇതാ അവിടെ കാണാം കേട്ടോ. ഇങ്ങനെ നമ്മളെന്തായാലും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളൊരു 1/4 മണിക്കൂർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ. 11:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു കേട്ടോ. എന്തായാലും 1/4 മണിക്കൂർ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് കാണാം നമുക്ക് സ്റ്റാച്ചു. ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും.
ഈ കാണുന്നതാണ് ക്ഷേത്രം. ഇവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച കേട്ടോ. ഈ ഒരു ആൽമരവും ഇതവിടെയായിട്ട് ആൽത്തറയൊക്കെ കാണാം. നമുക്ക് 2 ആൽത്തറകളുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതുപോലെ ആ കാണുന്നതാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഇവിടെയായിട്ട് നമുക്ക് മറ്റൊരു ബിൽഡിങ് കാണാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാച്ചു ഒക്കെ വരുന്നത് ഇതാ ആ ഒരു ഭാഗത്താണ്. അങ്ങ് ദൂരെ അവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെരിന്തൽമണ്ണ ടൗണും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലേക്കൊന്നും ഭക്തജനങ്ങൾക്കല്ലാത്ത ആർക്കും പ്രവേശനമല്ല കേട്ടോ. അതും രാവിലെ 8 മണിക്ക് മുമ്പ്, അല്ലാതെ അങ്ങോട്ട് ആർക്കും പ്രവേശനമല്ല. നമ്മളെന്തായാലും അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു നിയമമുള്ളപ്പോൾ നമ്മൾ കയറാതിരിക്കുന്നതല്ലേ നല്ലത്. ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം. നമുക്ക് ഈ കാണുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് വേറൊരു ബിൽഡിംഗ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ആൽമരമൊക്കെ നോക്കി അടിപൊളിയല്ലേ കാണാൻ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 പൈപ്പിലായിട്ട് കുടിവെള്ളമാണ്. കുടിക്കുകയും മുഖം കഴുകുകയൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന്. ഇവിടെയും കാണാം കേട്ടോ നമുക്കൊരു മരം. ഇതെന്തോ ഒരു കുഴി എന്താണെന്ന് തോന്നുന്നു. ഇവിടെയായിട്ട് കാണാം കേട്ടോ നമുക്ക് കുളം എന്താണെന്ന് തോന്നുന്നു. പഴയ മൊത്തം വേസ്റ്റ് ആട്ടോ അതിനകത്ത്. അത്യാവശ്യം വലിയ കുഴിയാണ്. കുഴിയിൽ നിന്ന് വളർന്നു വന്ന മരം. പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. കെട്ടി ഉണ്ടാക്കിയതാണ്. പണ്ട് കാലത്ത് എന്തോ സംഭവമാണ് എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് കുടിവെള്ളം കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു മല കയറി എന്തായാലും ഇതിൻ്റെ മണ്ടയിലെത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക, അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നാരായണത്തുറാമൻ്റെ സ്റ്റാച്ചുവിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകും. ആ ഒരു ഭാഗത്താണ് സ്റ്റാച്ചു ഒക്കെ വരുന്നത്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. ഇപ്പോൾ ഇവിടെ കാട് വലിയ രീതിയിലൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെയൊക്കെ ഹൈറ്റിൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കാടായിരിക്കും. അപ്പോൾ നമുക്കിതിൽ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ 2 സൈഡിലേക്കും കാട് വളർന്നിങ്ങനെ നിൽക്കും. വഴിയൊന്നും ഇത്രയും കാണാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഈ ഇടയ്ക്ക് വൃത്തിയാക്കിയ വഴിയാണ്. കണ്ടാൽ മനസ്സിലാവും നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. ഇവിടെ അവിടെയായിട്ട് നമുക്ക് കണിക്കൊന്നയൊക്കെ കാണാം. ആ ഒരു ഭാഗത്തായിട്ട് പൂത്ത് നിൽക്കുന്നത്. ഇതിലേട്ടോ നമുക്ക് പോകേണ്ടത്. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതേപോലെ ഒരുപാട് വേസ്റ്റ് ഇട്ടേക്കുന്നത് കാണാം കേട്ടോ. ഈ ഇടയ്ക്ക് ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞെന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ് പാത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേപ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് ഇവിടെയൊക്കെ ആയിട്ട് കാണാം. അതുപോലെ പടക്കം പൊട്ടിച്ചതിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാരായണത്തുറാമൻ്റെ പ്രതിമ. ആ ഒരു സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ പെരിന്തൽമണ്ണ ടൗൺ ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ കുടിവെള്ളത്തിൻ്റെ സംഭവങ്ങൾ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ പൈപ്പും കണക്ഷനൊന്നുമില്ല. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഉത്സവ സമയത്തൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ നാരായണത്തുറാമൻ്റെ സ്റ്റാച്ചു. ആയിരത്തി 1995 ഈ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിതമായത്. അതിൻ്റെ ശില്പിയുടെ പേരും അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ. അതുപോലെ നാരായണത്തുറാമനായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്ലോകം എന്തോ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാം. ഈ കാണുന്നതാണ് അപ്പം പ്രതിമ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടോ. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഈ ഒരു ശില്പം എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ടൗണിൻ്റെ ഭാഗത്തേക്കൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഒരു പ്രതിമ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ കാടാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ പാടമൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ. ഈ ഒരു സൈഡല്ലായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ. അത് ആ ഒരു ഭാഗം, അതുപോലെ ആ ഒരു ഭാഗമൊക്കെ ആയിരുന്നു നമ്മൾ കയറി വന്നതൊക്കെ അതിലായിരുന്നു കേട്ടോ. ആ ഒരു പാടമൊക്കെ ആയിരുന്നു നമ്മൾ കയറി വന്നപ്പോൾ കണ്ടതൊക്കെ. അതുപോലെ നമ്മൾ വന്ന വഴി കേട്ടോ അത്. ആ റോട്ടിൽ കൂടെ കയറി നമ്മൾ ഈ ഒരു
ഭാഗത്തേക്ക് എത്തിയതൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിട്ട് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ച. പ്രതിമ നമുക്ക് പുറകിലായിട്ട് കാണാം. ഇപ്പം ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ കുറച്ച് വെയിലൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ. എന്നാലും വെയിലുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കാം കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർ സൂക്ഷിക്കുക കേട്ടോ. നാട്ടുകാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നാട്ടുകാർ പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. നമുക്കിതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയൊക്കെ കാണാം കേട്ടോ. ഒരുപാട് ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ കേട്ടോ ഇത്. നമ്മുടെ ആ പ്രതിമയുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നേക്കാം കേട്ടോ. നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഇവിടെയൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഏരിയകളാട്ടോ ഇത്. ഈ ഭാഗമൊക്കെ നല്ല തണുപ്പാണ്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലേക്ക് തന്നെ പോകാം കേട്ടോ. എല്ലാ വർഷവും മലയാള മാസം തുലാം 1 ഈ ഒരു മലകയറ്റം, അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവവും മലകയറ്റമൊക്കെ വരുന്നത്. അന്നിവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്നാണ് ഇവിടുത്തെ പ്രധാന പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളിതാ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു നാരായണത്ത് ഭ്രാന്തൻ്റെ ഈ ഒരു സ്റ്റാച്ചുവിന് മുകളിൽ ഇട്ട മാലയൊക്കെ അവിടെ പൊട്ടിക്കിടക്കുന്നത് കാണാം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട്. ഇവിടെ ഒരു കുഞ്ഞ് ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വിളക്ക് വയ്ക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് തുറക്കുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക്. എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ ഈ ഒരു മലയൊക്കെ കയറി ഇത്രയും ബുദ്ധിമുട്ടി വരുന്ന ഈ ഒരു ക്ഷീണമൊക്കെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ മാറും കേട്ടോ. അതുപോലത്തെ കാഴ്ച, നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അങ്ങോട്ട് ഇതിലൊക്കെ ഇങ്ങനെ വഴി കാണാം കേട്ടോ നമുക്ക്. ഇതൊക്കെ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന വഴിയായിരിക്കും. ഇതിലെങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള വഴിയൊക്കെ കാണാം. എന്തായാലും അടിപൊളി കേട്ടോ. നല്ല വെയിലൊക്കെ ആയി. ഇപ്പം ആൾക്കാരൊക്കെ കുറച്ച് വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പം 1:30 കഴിഞ്ഞു. ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ 1:30 കഴിഞ്ഞു കേട്ടോ. നമ്മളിത് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് തിരിച്ചു പോകാം കേട്ടോ. നമ്മൾ മല തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. നല്ല വെയിലാട്ടോ. നമുക്ക് ഒരുപാട് നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല വെയിലും ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളിതാ വന്ന വഴി തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് വേറെ. അവരൊക്കെ കണ്ടു തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ തിരിച്ചിറങ്ങാം. വന്ന വഴി തന്നെയാണ് ഇറങ്ങുന്നത്. ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ എന്തായാലും ഇതിലിങ്ങനെ പോകാം നമുക്കിനി. ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇനി തിരിച്ചിറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാട്ടോ. എന്തായാലും കയറി അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കുഴപ്പമില്ല. നമുക്ക് താഴത്തേക്ക് ഇറങ്ങട്ടെ. ഇനി നമുക്ക് കുറച്ചുകൊണ്ട് കഴിഞ്ഞാലാണ് നല്ല സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. ഇതിപ്പം നമ്മുടെ കൽപ്പടവുകളാട്ടോ. ഇതിലൊക്കെ നമുക്ക് ഇടയിൽ കൂടെയൊക്കെ വഴിയാണ് കേട്ടോ. അതിലൊക്കെ വഴി കാണാൻ പറ്റും. ഇതൊക്കെ ഈ നാട്ടുകാർ ഇതിനകത്തേക്ക് ഈ പശുവിനെയും കൊണ്ടൊക്കെ വരും കേട്ടോ തീറ്റാൻ വേണ്ടിയിട്ട്. അവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള സുഖമുള്ള വഴികളായിരിക്കും. അവർ കണ്ടുപിടിച്ച വഴികളായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഒരു കൽപ്പടം ഇങ്ങനെ ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പകുതി വഴിയൊക്കെ ഇറങ്ങിയിട്ടോ. നമ്മളിതാ ഇറങ്ങി വന്ന വഴി കാണാം കേട്ടോ. കയറിപ്പോയ സെയിം വഴി തന്നെ. ഈ റൂട്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ കയറിപ്പോയത്. അതുപോലെ ഇതാ ഇനി ഇറങ്ങാനുള്ള വഴിയും കാണാം. ആ ഒരു ഭാഗത്തൊക്കെ പാടം കാണാം കേട്ടോ നമുക്ക് അങ്ങോട്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രായിരനെല്ലൂർ മലയുടെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നാരായണത്ത് ഭ്രാന്തനായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു മലയുടെ കാഴ്ചകളും ഈ ഒരു പ്രതിമയുടെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.